ഈ SDRFന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അത് വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന പ്രസംഗമാണ് എന്റേത്. ജനങ്ങൾ പറയുന്നത് അവരെ സംഹരിച്ചത് മതിയെന്നാ. പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥം അല്ലേ? എന്താ പ്ലാനിങ്? അല്ല, ഇത് ശരിയാണെന്നല്ലേ? പുതിയ ആളെന്ന് തോന്നുന്നു. ഒന്നുകൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കവലയിലെ റൗഡിയാണ്. ആരെങ്കിലും ഒരാളെ എന്നെ കൈവച്ചാ പിന്നെ ഈ നാട്ടുകാർ തെണ്ടികൾ മുഴുവൻ എന്നെ പന്ത് കെട്ടി കളിക്കുന്ന പോലെ കളിക്കും. അത് പറയാ ഇത് ശരിയാണെന്നല്ലേ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. ഇത് എന്തൊരു മാറ്റം! അത് ശരി, അതങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടല്ലേ കാണുന്നത്? നിനക്കൊരെല്ലു കൂടുതലാ. അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. സാറിന് നല്ല കാലം കഴിഞ്ഞു. ഞാൻ പറയാലോ, എന്താ നിങ്ങൾ ബേജാറാകുന്നു? തനിക്കെന്താടോ ഇക്കാര്യത്തിൽ ഇത്ര വാശി? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ. എത്ര സമയമായി ഇപ്പൊ പറഞ്ഞു? 1 മണിക്കൂർ. സീമ, എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. 1 മണിക്കൂറോളം. അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എത്ര കൊടികെട്ടിയ ചട്ടമ്പിയാണേലും ഒരുത്തൻ ചങ്കൂറ്റത്തോടെ മുമ്പേ വന്ന് നിന്ന് തട്ടിക്കളയോന്ന് പറഞ്ഞാ ഒന്ന് വരളും. അപ്പൊ ഇതിനും കൂടി മറുപടി. നിങ്ങൾ അതിര് കിടക്കുന്നു. കൊച്ചനെ, എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നോ? കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായോടാ ഞാൻ. ഏത് ചാനലാ? ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ട്. ഇതാണോടെ തമാശ? ഇതാണോടെ തമാശ? റിപ്പോർട്ടർ. അല്ല, ഇപ്പൊ എല്ലാ ചാനലും സീമ ചിരിക്കുമല്ലോ. എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ. താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ താനൊന്നും മിണ്ടാത്തെ? നാ ഇറങ്ങിപ്പോയോ? ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. വരട്ടെ.